പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തടസ്സമുണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്താൽ ഇതുപോലെ വലിയ വലിയ തുകകൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കൊണ്ടിരിക്കും. വത്സലേ, നീയും അയാളുമായി സംസാരിച്ച കൂട്ടത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ അയാൾ അനുകൂലിക്കുമെന്നോ എതിർക്കുമെന്നോ നീ സംസാരിക്കണ്ടായി? അയ്യോ, അങ്ങനെ ഒന്നും സംസാരിച്ചില്ല വല്യച്ഛ. പിന്നെ ഇങ്ങനെ വലിയൊരു തുകയും ഇങ്ങനൊരു സ്ലിപ്പും നിന്റെ സ്കൂട്ടറിൽ വരാൻ കാര്യം? ശരി, ഇങ്ങനെ ബന്ധുവാണെന്ന് നിനക്കറിയാം. അതൊന്നും പറയാൻ സമ്മതിച്ചില്ല വല്യച്ഛ. ഞാൻ പറയാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ അയാൾ എന്നെ കളിയാക്കുന്നു. ഇനി അയാളെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയും? ഓ, ധാരാളം. ഓ, ഒത്ത പൊക്കം, ഒത്ത വണ്ണം, നല്ല നിറം, നല്ല മുഖം, നല്ല കണ്ണ്, പല്ല് നല്ലതാ. ശരി, അയാൾ ചീത്തയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്വഭാവം ചീത്തയായിരിക്കുമോ വല്യച്ഛ? എനിക്കെങ്ങനെ അറിയാം മോളെ. പക്ഷേ ആള് മിടുക്കനാ. അതുകൊണ്ട് സൂക്ഷിക്കണം. അയാൾ എവിടെ വെച്ച് കണ്ടാലും നീ എന്നെ വിവരം അറിയിക്കണം. ശരി വല്യച്ഛ. ഏതെങ്കിലും വിധത്തിൽ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള തന്ത്രമാണ്. ആടി വരുന്നു, ആടി വരുന്നു.